നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ 6 വരി ദേശീയപാത നിർമ്മാണം തകൃതിയായി പുരോഗമിക്കുകയാണ്. പണി പൂർത്തിയാക്കിയ പലയിടങ്ങളിലും വാഹനങ്ങൾ ഈ റോഡുകൾ അനുവദിച്ചും തുടങ്ങി. എന്നാൽ സാധാരണ റോഡുകൾ വണ്ടി ഓടിക്കുന്നത് പോലെ തന്നെയാണ് പലരും 6 വരി പാതയിലും വണ്ടി ഓടിക്കുന്നത്. ഇത് അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. സാധാരണ റോഡുകൾ തോന്നിയ പോലെ വണ്ടി ഓടിക്കുന്നവർ അതേപോലെ 6 വരി പാതയിലേക്ക് വണ്ടിയുമായി ഇറങ്ങിയാൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അതിനാൽ തന്നെ കൃത്യമായ ലൈൻ ട്രാഫിക് അനുസരിച്ച് വേണം ഇവിടെ വാഹനം ഓടിക്കേണ്ടത്. അത് എങ്ങനെയെന്ന് അറിഞ്ഞിരിക്കേണ്ടത് ഏറെ പ്രധാനമാണ്. ഒരു വശത്തേക്ക് 3 ലൈനുകൾ എന്ന രീതിയിൽ 2 വശത്തേക്കുമായാണ് പാതയിൽ ആകെ 6 ലൈനുകളുള്ളത്. ഏതു ദിശയിലാണോ വാഹനം ഓടിക്കുന്നത് അതിൻ്റെ ഇടതുഭാഗത്തുള്ള ലൈന വേഗത കുറഞ്ഞ വാഹനങ്ങൾക്കും ഭാര വാഹനങ്ങൾക്കും ഉള്ളതാണ്. ബൈക്കുകൾ, ഓട്ടോറിക്ഷകൾ, ലോറികൾ, ട്രക്കുകൾ, ബസ്സുകൾ തുടങ്ങിയവ ഈ ലൈനിലൂടെയാണ് ഓടിക്കേണ്ടത്. രണ്ടാമത്തെ ലൈൻ, അതായത് നടുവിലെ ലൈന് വേഗത്തിൽ പോകുന്ന വാഹനങ്ങൾക്ക് ഉള്ളതാണ്. കാറുകൾ, ജീപ്പുകൾ, മിനി വാൻ തുടങ്ങിയവയ്ക്ക് ഇത് ഉപയോഗിക്കാം. ഇടതുവശത്തുകൂടി പോകേണ്ട വാഹനങ്ങൾക്ക് വേഗം കുറഞ്ഞതും ഭാര വാഹനങ്ങളും തങ്ങളുടെ മുന്നിലുള്ള വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്യുന്നതിനായും ഈ ലൈനിലേക്ക് കയറാം. ഓവർടേക്കിങ്ങിന് ശേഷം തിരികെ ഇടതുവശത്തുള്ള ലൈനിലേക്ക് തന്നെ ഈ വാഹനങ്ങൾ തിരികെ കയറേണ്ടതുണ്ട്. മൂന്നാമത്തെ ലൈന്, അതായത് വലതുവശത്തുള്ള ഡിവൈഡറിനോട് ചേർന്ന് നിൽക്കുന്ന ലൈനിൽ വേഗത്തിൽ പോകുന്ന വാഹനങ്ങൾക്ക് ഓവർടേക്കിങ്ങിന് മാത്രമുള്ളതാണ്. മുന്നിലുള്ള വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ രണ്ടാമത്തെ ലൈനിലേക്ക് തന്നെ കയറിപ്പോകണം. എമർജൻസി ട്രാക്കാണിത്. ആംബുലൻസ്, ഫയർ സർവീസ് തുടങ്ങിയ അടിയന്തര സർവീസുകൾക്കായി നീക്കിവെച്ചിട്ടുള്ള ലൈനാണിത്. പാതയുടെ വലതുവശത്ത് ഡിവൈഡറിനോട് ചേർന്നാണ് ഈ ലൈൻ ഉണ്ടാവുക. ഈ ലൈൻ എപ്പോഴും ഒഴിഞ്ഞു കിടക്കേണ്ടതാണ്. ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട് വേഗത്തിൽ പോകാമെന്ന് കരുതി ദീർഘദൂരം ഈ ലൈനിൽ കയറി യാത്ര ചെയ്യരുത്. മുന്നിലുള്ള വാഹനത്തെ ഓവർടേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ മധ്യലൈനിലേക്ക് തിരിച്ചു കയറണം. വളവുകളിൽ ഓവർടേക്ക് ചെയ്യാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്തരം സാഹചര്യങ്ങളിൽ റിയർ വ്യൂ മിറർ നോക്കാനും മറ്റു വാഹനങ്ങൾക്ക് സിഗ്നൽ നൽകാനും മറക്കരുത്. 6 വരി പാതയിൽ ജാഗ്രതയോടെ വേണം വണ്ടി ഓടിക്കാൻ. മാത്രവുമല്ല, സർവീസ് റോഡിൽ നിന്നും 6 വരി പാതയിലേക്ക് കടക്കാൻ നിശ്ചിത ഇടങ്ങളിൽ എൻട്രി പാസും എക്സിറ്റ് പാസും ഉണ്ടാകും. എൻട്രി പാസ് വഴി സർവീസ് റോഡിലേക്കും എക്സിറ്റ് പാസ് വഴി 6 വരി പാതയിലേക്കും കടക്കരുത്. ഇവ നിരീക്ഷിക്കാൻ മുകളിൽ ആളുണ്ട്, ക്യാമറകൾ. നിയമം തെറ്റിച്ചാൽ പണി വരും. ഈ രീതിയിൽ ലൈൻ ട്രാഫിക്കൊക്കെ കൃത്യമായി പാലിച്ചാൽ അപകടങ്ങളും കുറയ്ക്കാനാകും. ലൈൻ തെറ്റിച്ചുള്ള യാത്രയ്ക്കൊപ്പം അമിതവേഗവും അപകടമാണ്. ന്യൂസ് ഡെസ്ക്, തിരൂരങ്ങാടി ടുഡേ.